ഹായ്. നമ്മളിന്നൊരു ടിപ്പറും ഒരു ജെ.സി.ബി ഒക്കെ വാങ്ങാൻ വേണ്ടി വന്നേക്കുന്നതാണ് ട്ടോ. അപ്പൊ ആദ്യം ടിപ്പറൊക്കെ ഒന്ന് നോക്കാന്ന് വിചാരിച്ചു. ടിപ്പർ ഇതിന്റെ മുമ്പ് ഞാനൊന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ടിപ്പറിനോട് വലിയ താല്പര്യമില്ല. എന്നാലും ടിപ്പറൊന്ന് ജസ്റ്റ് നോക്കാന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. ഇപ്പൊ നമ്മളെല്ലാവരും റോഡ് സൈഡിൽ കാണുന്നുണ്ടല്ലോ അല്ലേ? എവിടെ പോയി കഴിഞ്ഞാലും റോഡ് സൈഡിൽ ഇവര് ഒരു ഗ്യാങ് ആയിട്ട് വന്ന് സെയിലിന് വന്നേക്കാണ്. ആദ്യമൊക്കെ ട്രാക്ടർ ആയിരുന്നു. മുമ്പ് ഒരു ട്രാക്ടറും ഇതൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിന്റെ മുകളിൽ മിഷ്യൻ കല്ലൊക്കെ കയറ്റി വെച്ചിട്ട് അവർ അതിന്റെ ബലവും അതിന്റെ ആ ക്വാളിറ്റി ഒക്കെ നമുക്ക് കാണിച്ചു തന്നിരുന്നു. അപ്പൊ അങ്ങനെ ഒരുപാട് സെയിൽ നടന്ന ഒരു സംഭവമായിരുന്നു ആ ട്രാക്ടർ. അന്ന് ഞാനും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ട്ടോ. ഇന്ന് ഞാൻ മെയിനായിട്ട് ഈ ജെ.സി.ബി നോക്കാൻ വേണ്ടി വന്നതാണ്. നമ്മൾ ദൂരത്ത് നിന്ന് ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ കാണും. നല്ല ഭംഗിയാണ് അത് വെച്ചിരിക്കുന്നത് കാണാൻ. അട്ടി അട്ടിയായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും അവര്. അത് കാണുമ്പോൾ തന്നെ പല കളറിലുള്ള വണ്ടികൾ ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഭംഗി തോന്നും ട്ടോ. പിന്നെ നല്ല നല്ല ഉറപ്പുണ്ട്. ഇങ്ങനെ ഇതുപോലത്തെ ഒരു ജെ.സി.ബി നമ്മൾ ഒരു ഫാൻസി ഷോപ്പിൽ നിന്ന് ഒരു ടോയ് ഷോപ്പിൽ നിന്ന് വാങ്ങണമെന്നുണ്ടെങ്കിൽ എങ്ങനെ പോയാലും ഒരു 400 500 രൂപ എങ്ങനെ പോലും കൊടുക്കണം. ഇവര് പറയുന്ന സ്റ്റാർട്ടിങ് പറയുന്നത് 400 രൂപയാണ് കേട്ടോ ഇവർ പറയുന്നത്. നമുക്ക് 400 കൊടുക്കണ്ട, പക്ഷെ 400 രൂപയാണ് ഇവർ പറയുന്നത്. അതിനുള്ള ക്വാളിറ്റി ഉണ്ട് അത് കേട്ടോ. നല്ല സ്ട്രോങ് ആണ്. ആ ടിപ്പർ ആണെങ്കിലും ജെ.സി.ബി ആണെങ്കിലും അപ്പുറത്തെ ഒരു ജീപ്പ് ഉണ്ട്, അതാണെങ്കിലും നല്ല സ്ട്രോങ് ഉള്ളതാണ്. ഞാനൊന്ന് നോക്കി അവരെ ജസ്റ്റ് ഒന്ന് താഴത്ത് ഇങ്ങനെ ഇതാക്കി അമർത്തി കാണിച്ചിട്ടും അങ്ങനെ ഇങ്ങനെ കാണിച്ചു തന്നു. ഞാൻ ഇവരിൽ നിന്ന് മുമ്പ് ചെയർ വാങ്ങിച്ചിട്ടുണ്ട്, കസേര, ബ്ലാക്ക് കസേര ഉണ്ടായിരുന്നല്ലോ. അത് ഞാൻ ഒറ്റ വില പറഞ്ഞു അവരോട്, 200 രൂപ പറഞ്ഞ്. അവർ ആദ്യം ഒന്നിനോട് 300 അങ്ങനെ 250 എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞ ഒരു വിലക്കാണ് ഞാൻ എടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ 200 രൂപ അവർ പറഞ്ഞു. ഞാൻ 8 മാസത്തോളം ആ ചെയർ വാങ്ങിച്ചിട്ട് ഇന്നും വീട്ടിലത് ഒരു കുഴപ്പമില്ലാതെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇത് ഞാൻ വാങ്ങിക്കണം വാങ്ങിക്കണം എന്നിങ്ങനെ വിചാരിച്ചു. അപ്പോൾ എനിക്ക് ഈ കളർ നല്ല ഇഷ്ടമായി, യെല്ലോ. എനിക്ക് പൊതുവേ യെല്ലോ കളർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ അവനോട് കുറെ പിസ്കി നോക്കി. ഞാൻ 250 രൂപ പറഞ്ഞ്. അത് കുറവാണെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ 250 പറഞ്ഞു. കാരണം കണ്ട് ഉണ്ട് ഫാൻസി ഷോപ്പിലൊക്കെ ഇതിന് നമുക്ക് എങ്ങനെ പോലെ ഒരു 400 500 രൂപ കൊടുക്കണം. അവർ 400 രൂപ എന്ന് തന്നെ എന്നോട് പറഞ്ഞ ആദ്യം കേട്ടോ. പിന്നെ അവർ 300 ആയി, 350 ആയി. പിന്നെ അവന്റെ ചിരിയും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളതിൽ വീണ് പോട്ടോ. ചെറിയ കൊച്ചു പയ്യനാണ് അവിടെ വിൽപ്പനക്ക് വന്നേക്കുന്നത്. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ അവരുടെ അച്ഛനും ചിലപ്പം ജ്യേഷ്ഠനും അമ്മാമാരൊക്കെ ഉണ്ടാവും. കാരണം ഇത് ഓരോ കിലോമീറ്റർ ഗ്യാപ്പിൽ ഇവർ ഇതുപോലെ വിൽക്കാൻ വന്നിരിക്കുന്നുണ്ട്. റൈറ്റിലും ലെഫ്റ്റിലും ഒക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. ചിലർക്ക് കസേരയും അതുപോലെ നമ്മുടെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിലരടുത്ത് ഈ വണ്ടികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവൻ്റെ അടുത്ത് വണ്ടികൾ മാത്രമേ ഉള്ളൂ ട്ടോ. ഇവൻ്റെ അടുത്ത് കസേരയും കാര്യങ്ങളൊന്നും ഇല്ല. ഇവൻ ആ തണലിൽ വിശ്രമിക്കുകയായിരുന്നു. ഞാൻ വണ്ടി നിർത്തിയത് കണ്ടപ്പോൾ അവൻ എൻ്റെ അടുത്തേക്ക് വന്നു. ഞാൻ കുറെ പിശുക്കി നോക്കി. അതായത് 250 ഞാൻ എടുക്കാന്ന് പറഞ്ഞത്. പക്ഷെ അവർ ഇതേപോലെ ഇങ്ങനെ പുഞ്ചിരിച്ച് തരിക ചെയ്യുന്നത്. ലാസ്റ്റ് ഞാൻ 270 വാങ്ങിച്ചു ട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത് 270 വാങ്ങിച്ചു. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബൈ ബൈ.